നമസ്കാരം. ആത്മീയ കഥകളുടെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ ജ്ഞാന പാരമ്പര്യത്തെ ലോകദാർശനിക ചിന്തകൾക്ക് മുന്നിലേക്ക് എത്തിച്ചത് ശ്രീശങ്കരാചാര്യരുടെ ചിന്തകളായിരുന്നു, ശ്രമങ്ങളായിരുന്നു. കേരളത്തിനെന്നും ആദരവോടെ സ്മരിക്കാവുന്ന ഒരു ചിട്ടയായ ദാർശനിക പാരമ്പര്യമുണ്ട്. അതിനെ ഉയർത്തിയ ശങ്കരാചാര്യർ കേരളത്തിൻ്റെ കാലടിയിൽ ജനിച്ച് ഭാരതം മുഴുവനും യാത്ര ചെയ്ത് ഭാരതം മുഴുവനും തൻ്റെ മഠങ്ങൾ സ്ഥാപിച്ച് 4 അദ്വൈത വേദാന്തത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി മഠങ്ങൾ സ്ഥാപിച്ച് ആചാര്യ ശങ്കര ഭഗവത്പാദർ ശങ്കരദിഗ്വിജയം എന്ന ഒരു വലിയ തലത്തിലേക്ക്, ദാർശനികമായ ഒരു തലത്തിലേക്ക് ഉയർന്നു. ഒരുപക്ഷെ ലോകചിന്തകൾക്ക് മുന്നിൽ ഭാരതം അറിയപ്പെടുന്നത് നമ്മുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾക്കപ്പുറത്ത്, നമ്മുടെ സമ്പത്തിനപ്പുറത്ത് ഒക്കെ ഭാരതത്തിലേക്ക് ലോകത്തിൻ്റെ പല ഇടങ്ങളിൽ നിന്നും ജിജ്ഞാസുക്കൾ എത്തിച്ചേരുന്നത്, ചിന്തകന്മാർ എത്തിച്ചേരുന്നത് നമ്മുടെ തത്വചിന്തയുടെ മഹത്വം കൊണ്ട് തന്നെയാണ്. മതത്തിനും മറ്റ് ഇടങ്ങൾക്കൊന്നും സ്പർശിക്കാൻ സാധിക്കാത്ത ദാർശനികമായ കരുത്തിലാണ് ഭാരതം എന്നും അതിൻ്റെതായ ഇടം തേടുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ, ആത്മാനന്ദത്തിൻ്റെ ജീവിതകലയാണ് ഭാരതത്തിൻ്റെ ദാർശനിക പദ്ധതികൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ദർശനത്തിന് ഒരുപക്ഷെ ലോക ദാർശനികതയിൽ നാം പരിചയപ്പെടുന്ന പാശ്ചാത്യ തത്വചിന്തകൾക്കൊക്കെ അതിന് യുക്തിവിചാരത്തിൻ്റെയും ചിന്തകളുടെയും ഒരു തലമുണ്ടായിരിക്കും. പക്ഷേ ഭാരതീയമായ ദർശനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് മനുഷ്യൻ്റെ ജീവിതാനുഭവങ്ങളോടുകൂടി ബന്ധപ്പെട്ടിരിക്കുന്നു. ജീവിതത്തിൻ്റെ പരിസരങ്ങളിൽ, ജീവിതത്തിൻ്റെ സങ്കീർണതകളിൽ നമുക്ക് ഉത്തരം തരാത്ത ഒരു ദർശനത്തെ നാം ഒരിക്കലും അംഗീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രതിസന്ധികളിൽ നമുക്ക് കൂടെ നിൽക്കുന്ന ഒരു ദാർശനികമായ തലമാണ് ഭാരതീയ ദർശനങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അത് വൈരമില്ലാത്ത ഒരു സമൂഹത്തെ, പരസ്പരം വിദ്വേഷങ്ങളില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനുള്ള ചിന്ത കൂടിയാണ്. ശങ്കരാചാര്യർ തൻ്റെ മഠങ്ങൾ സ്ഥാപിക്കുന്ന യാത്രയിൽ, ഭാരതം മുഴുവനും അദ്വൈത ചിന്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് നടത്തുന്ന യാത്രയിൽ ശൃംഗേരിയിൽ എത്തിച്ചേരുന്നു. ശൃംഗേരി ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജ്ഞാന കേന്ദ്രമാണ്, ഒരു വിദ്യാകേന്ദ്രമാണ് ശൃംഗേരി. ഋഷ്യശൃംഗ മഹർഷി തപസ്സു ചെയ്ത ഭൂമിയാണ് ശൃംഗഗിരി എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ ശൃംഗഗിരി മലനിരകളാൽ സ്വച്ഛമായ തുംഗഭദ്രാ നദി ഒഴുകുന്ന ശാന്തമായ ഒരിടത്തേക്ക് ആചാര്യസ്വാമികൾ കാൽനടയായി സഞ്ചരിച്ച് എത്തുകയാണ്. അവിടെ എത്തുമ്പോൾ ശങ്കരാചാര്യർ വളരെ കൗതുകകരമായ ഒരു ദൃശ്യം കണ്ടത്രേ. ഏകദേശം മധ്യാഹ്ന സമയത്താണ് ശങ്കരാചാര്യർ വരുന്നത്. ആ സമയത്ത് ഉച്ചയുടെ നല്ല ചൂടുണ്ട്, തുംഗഭദ്രാ നദി കുത്തിയൊഴുകുന്നുണ്ട്. ഈ സമയത്ത് നദിക്കരയിൽ ഒരു പൂർണ്ണ ഗർഭാവസ്ഥയിലുള്ള ഒരു തവള അത് വിശ്രമിക്കുകയാണ്. ഈ തവളയ്ക്ക് വിശ്രമ സമയത്ത് സൂര്യൻ്റെ ചൂടേൽക്കാതെ ഒരു മൂർഖൻ പാമ്പ് തൻ്റെ പത്തി വിടർത്തിക്കൊണ്ട് ഈ തവളയ്ക്ക് സംരക്ഷണം നൽകിക്കൊണ്ട് ഒരു മൂർഖൻ പാമ്പ് നിൽക്കുന്നു. ഈ കാഴ്ച ശങ്കരാചാര്യർ കണ്ടു. ഈ കാഴ്ച ശങ്കരാചാര്യരെ അത്ഭുതപ്പെടുത്തിയത്രേ. കാരണം പരസ്പരം വിദ്വേഷമുള്ള ജീവികളാണ് ഇവർ രണ്ടുപേരും. പരസ്പരം കണ്ടാൽ കടിച്ചുകീറാൻ നിൽക്കുന്ന വിദ്വേഷമുള്ള 2 ജീവികൾ ഒരിടത്ത് അവർ വിദ്വേഷം മറന്ന് ഒരുമിക്കുന്നുവെങ്കിൽ, അവരുടെ സഹജമായ വൈരം മറന്നുകൊണ്ട്, അവരുടെ സഹജമായ ദേഷ്യം മറന്നുകൊണ്ട് അവർ ഒരിടത്ത് ഒരുമിച്ച് ഇരിക്കുന്നുവെങ്കിൽ, ഒന്നൊന്നിന് സഹായം ചെയ്യുന്നുവെങ്കിൽ ആ സ്ഥലത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണം. അങ്ങനെ നോക്കുമ്പോഴാണ് അത് ഒരു തപസ്സിൻ്റെ ഭൂമിയാണ്, ഒരു ഋഷിയുടെ തപസ്സിൻ്റെ ഭൂമിയാണ് എന്ന് ശങ്കരാചാര്യർക്ക് മനസ്സിലായത്. സ്വാർത്ഥതയില്ലാത്ത ഇടത്തെ ശരിയായ തപസ് സംഭവിക്കും. ലോകത്തിന് നന്മയുണ്ടാകണേ എന്ന പ്രാർത്ഥനയിലെ ശരിയായ തപസ് സംഭവിക്കും. അതുകൊണ്ട് സ്വാർത്ഥതയില്ലാത്ത മനുഷ്യർ വസിക്കുന്ന ഇടം സ്വർഗതുല്യമാണ്
എന്ന് ശങ്കരാചാര്യർ മനസ്സിലാക്കി. ആ ഋഷിയുടെ തപസ്സുണ്ടായിരുന്ന ഇടത്ത് വന്നുചേരുന്ന പരസ്പരം വിദ്വേഷമുള്ള ജീവികൾ പോലും വൈരം മറന്നുകൊണ്ട് അവർ സ്നേഹിക്കുന്നു. അങ്ങനെയാണ് ആ സ്ഥലത്ത് ഒരു ക്ഷേത്രം, അവിടെ തൻ്റെ ദക്ഷിണേന്ത്യയിലെ പീഠം സ്ഥാപിക്കുവാൻ ശങ്കരാചാര്യർ തീരുമാനിച്ചത് എന്ന് ഒരു ഐതിഹ്യമോ കഥയോ മിത്തോ എന്തുമായിക്കൊള്ളട്ടെ, അതിൻ്റെ കഥാംശം നമ്മൾ മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കാം. പക്ഷേ നാം കയറി വരുന്ന ഒരിടം, നാം പ്രവേശിക്കുന്ന ഒരിടത്ത് ഇന്നത്തെ കാലത്ത് നമ്മൾ പറഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് എനർജി നാം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അത് അനുഭവപ്പെടണമെങ്കിൽ അവിടെ ഇടപെടുന്ന വ്യക്തികളുടെ മനസ്സ് അതിനോട് സമാനമായി ആ മനസ്സ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമ്പോഴാണ് ആ ഇടം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശങ്കരാചാര്യരുടെ ജീവിതത്തിൽ നിന്നും ഈ അനുഭവം എടുത്തുകൊണ്ട് നാം നമ്മുടെ ആധുനിക ജീവിതത്തിലേക്ക് വന്നാൽ നാം ഇടപെടുന്ന സ്ഥലത്തെ, അത് നമ്മുടെ വീടായിക്കൊള്ളട്ടെ, നമ്മുടെ തൊഴിലിടമായിക്കൊള്ളട്ടെ, നാം പരിചയപ്പെടുന്ന സാഹചര്യങ്ങളായിക്കൊള്ളട്ടെ, ആ ഇടത്തെ വളരെ പോസിറ്റീവായി നിലനിർത്തുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചിന്തകളാണ്. അതുകൊണ്ട് തന്നെ വാക്ക് രൂപപ്പെടുന്നതിന് മുൻപേ ചിന്ത ഉള്ളിൽ രൂപപ്പെടുന്നുണ്ട്. ചിന്തയിൽ നിന്നാണ് നല്ല വാക്കുകൾ ഉണ്ടാകുന്നത്. ശങ്കരാചാര്യരുടെ കഥയിൽ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തിയുടെ ചിന്ത, സംസ്കൃത സാഹിത്യത്തിലെ പ്രസിദ്ധമായ കാദംബരി എന്ന ഗദ്യസാഹിത്യത്തിൽ ഒരു മഹർഷിയുടെ ആശ്രമം വർണ്ണിക്കുമ്പോൾ അവിടെ വഷട്കാല വാചാല ശുക്കകുലവത്ത് എന്നൊരു പ്രയോഗമുണ്ട്. അവിടുത്തെ തത്തകളൊക്കെ പരസ്പരം വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുന്നത്രേ. അത് കാവ്യത്തിലെ അതിശയോക്തിപരമായ ഒരു വർണ്ണനയായി നമുക്ക് തോന്നാം. പക്ഷികൾ വേദമന്ത്രം ഉച്ചരിക്കുന്ന ആശ്രമമോ എന്ന്. പക്ഷികൾ വേദമന്ത്രം ഉച്ചരിക്കുന്നുണ്ടാവില്ലായിരിക്കാം. പക്ഷേ പക്ഷികൾക്കുള്ളിൽ, അവിടുത്തെ ജീവജാലങ്ങൾക്കുള്ളിൽ, അവിടുത്തെ ക്രൂരത നിറഞ്ഞ ജീവികൾക്കുള്ളിൽ, അവിടുത്തെ സസ്യങ്ങൾക്കുള്ളിൽ ക്രൂരത ഇല്ലാതാവുകയും അവർ അവരുടെ ഉള്ളിൽ തന്നെ സ്നേഹമസൃണമായ ഒരു ഭാവമുണ്ടാവുകയും ചെയ്യും. സസ്യങ്ങൾ സ്വൈരമായി വളരുന്നത്, ജീവികൾ സ്വൈരമായി ഇടപെടുന്നത് ഒരുപക്ഷെ അവിടെയുള്ളവർ അവർക്ക് സംരക്ഷണം നൽകും എന്ന ഒരു ബോധ്യത്തിലായിരിക്കാം. നമ്മുടെ പ്രാചീന ഭാരത സങ്കല്പത്തിൽ ആശ്രമം എന്ന് പറയുന്ന സങ്കല്പം ഇങ്ങനെയാണ് രൂപപ്പെടുന്നത്. വൈരമില്ലാത്തിടമാണ്, പരസ്പരം വിദ്വേഷമില്ലാത്തിടമാണ്, പരസ്പരം ശാന്തതയോടെയും സൗമനസ്യത്തോടെയും മനുഷ്യർ പെരുമാറുന്ന ഇടമാണ് വാസ്തവത്തിൽ ആശ്രമം. ഇന്ന് ആശ്രമങ്ങൾ നമുക്ക് വളരെ കുറവാണ്. നമുക്ക് വേണ്ടത് ഗൃഹങ്ങളിൽ ശാന്തി നിറയ്ക്കുന്ന, ഗൃഹങ്ങളിൽ പരസ്പരം സ്നേഹത്തോടെ പെരുമാറുന്നതിലൂടെ ശാന്തി നിറയ്ക്കുന്ന ഇടങ്ങളാണ്. ശങ്കരാചാര്യ കഥയിലെ പോലെ വിദ്വേഷമില്ലാതാകുന്നു അവിടെ. ഇങ്ങനെയൊരിടം നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളിൽ നിറച്ചു വയ്ക്കാൻ, നമ്മുടെ തൊഴിലിടങ്ങളിൽ നമ്മുടെ സാന്നിധ്യം കൊണ്ട് മറ്റൊരാൾക്ക് ശാന്തി ഉണ്ടാകുന്നെങ്കിൽ അതിന് നാം കാരണക്കാരായി തീരാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ദിനങ്ങൾ ശുഭദിനങ്ങളാകുന്നത്. നമസ്കാരം.